അതല്ല മോളെ, ഞാനിവിടെ നിൽക്കണമെന്നുള്ള നിങ്ങൾ മക്കളുടെ ആഗ്രഹവും നിർബന്ധമാ. പക്ഷേ ശാരദ, അവളുടെ മനസ്സിൽ എന്താന്ന് നമുക്കറിയില്ലല്ലോ മോളെ. മുമ്പും പലതവണ പറഞ്ഞിട്ടുണ്ട്, നാട്ടുകാരെന്തെങ്കിലുമൊക്കെ പറയുമല്ലോ എന്ന്. ഞാൻ വന്ന് കേറിയപ്പോ മുതല് അവൾക്കൊരു മൗനമാ. ഉള്ളിലുള്ളത് പുറത്തേക്ക് പറയാൻ മടിച്ചിട്ടാണെങ്കിലോ. ഞാൻ എന്തിനാ ഇവിടെ ഒരു കരടായിട്ട് നിൽക്കുന്നേ? പോയേക്കാം. പോട്ടെ. ഗോപാലേട്ടാ, ഗോപാലേട്ടാ, ആരാ പറഞ്ഞത് ഗോപാലൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലെന്ന്? അച്ഛൻ അങ്ങനെ തോന്നിയമ്മേ അമ്മയുടെ പെരുമാറ്റം കണ്ടിട്ട്? ഞാനിത്തിരി സങ്കടത്തിലായിപ്പോയി എന്നുള്ളത് സത്യമാ. പക്ഷെ അത് ഗോപാലേട്ടൻ വന്നതുകൊണ്ടൊന്നുമല്ല. ഗോപാലേട്ടൻ വന്നതിൽ സന്തോഷമുണ്ടെന്നുള്ളത് സത്യമാ. ഗോപാലേട്ടൻ ഇല്ലായിരുന്നെങ്കിൽ എന്റെ ശാരിക്ക് ഇപ്പോഴും ഒരു ജീവിതം ഉണ്ടാവില്ല. കുഞ്ഞുങ്ങൾ വളരുമ്പോ വീടിനൊരു നാഥം വേണം. അതൊക്കെ എനിക്കിപ്പം മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്താ അമ്മേ പ്രശ്നം? പ്രശ്നമെന്ന് വെച്ചാ പ്രശ്നമല്ല. ജീവിതത്തില് നമ്മൾ നേരിടേണ്ട ചില സംഗതികൾ തന്നെയാ. പ്രശ്നം ഒഴിഞ്ഞ ഒരു ദിവസം ഉണ്ടായിരുന്നില്ല ശാരി ഇവിടെ വന്ന് നിന്നപ്പോ. പക്ഷെ അവൾ അടുത്തുണ്ടായിരുന്നപ്പോ ഒരു സമാധാനവും ഉണ്ടായിരുന്നു. വഴക്കാണേലും എന്റെ 2 മക്കളും അടുത്തുണ്ടല്ലോ എന്ന്. മക്കൾ ഓരോരുത്തരും കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും പിരിഞ്ഞു പോകുമ്പോ നെഞ്ചിലേക്ക് ഒരു കല്ലെടുത്ത് വെച്ച പോലുള്ള ഭാരവാ. കുഞ്ഞുങ്ങൾ പിറന്നപ്പോ മുതലുള്ള ഓരോ മുഹൂർത്തങ്ങളും മനസ്സിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കും. നൂലുകെട്ട്, പിറന്നാള്, ആദ്യമായി സ്കൂളിൽ പോയ ദിവസം, അങ്ങനെ അങ്ങനെ അങ്ങനെ. ആ, അപ്പൊ അമ്മയ്ക്ക് കല്യാണം കഴിപ്പിച്ചു വിട്ട മക്കളെ കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ അല്ലേ? എന്നാര് പറഞ്ഞടി? ആ, എന്നാലേ ഇനി ഈ വീട്ടിലെ ഏറ്റവും അടുത്ത വിശേഷം എന്താണെന്ന് പറ. നിന്റെ കല്യാണം അല്ലാതെന്താ? അമ്മേ, ആ, എന്നാ ശാലിനിക്കും ശാരികയ്ക്കും ഓരോ കുഞ്ഞു പിറക്കുന്നത്. ആ, ഞാൻ അതാ പറഞ്ഞ അമ്മയ്ക്ക് വല്യച്ചിയും കുഞ്ഞച്ചിയും കുറിച്ച് മാത്രമേ വിചാരമുള്ളൂ, എന്നെ കുറിച്ച് ഒരു വിചാരം ഇല്ലെന്ന്. എടി, നിനക്ക് കുഞ്ഞു പിറക്കണോ? അതിനാദ്യം കല്യാണം കഴിയിട്ടടി പെണ്ണേ. ഓർമ്മയുണ്ടടി, മറ്റന്നാ മീനത്തിലെ ചോതി, നിന്റെ ജന്മനക്ഷത്രം. ആഹാ, വലിയ വിശേഷമാണല്ലോ. നമുക്കിതൊന്ന് ആഘോഷിക്കാം. ശാരദയുടെ വിഷമവും മാറിക്കിട്ടും. മക്കളെ എല്ലാം ഒന്നിച്ച് കാണാനുള്ള ഒരു അവസരമല്ലേ? അവരൊക്കെ വരുമോ ഗോപാലേട്ടാ? പിന്നെ വരാതെ. അച്ഛൻ ആദ്യമായിട്ടൊരു വിശേഷത്തിന് വിളിക്കുകയല്ലേ. രാജീവും ശാരികയും വിഷ്ണുവും ശാലിനിയും എല്ലാരും വരും. വെറുമൊരു പിറന്നാൾ ആഘോഷമല്ല, ഈ കുറുമ്പിയുടെ പിറന്നാൾ പൊടി പൊടിക്കും നമ്മള്. അതിന് ചില സർപ്രൈസും കൂടി ഉണ്ടാവും. എന്ത് സർപ്രൈസ് ആച്ചാ? കാണാൻ പോകുന്ന പൂരം എന്തിനാ മോളെ പറഞ്ഞറിയിക്കുന്നേ? ഞെട്ടാ റെഡിയായിരുന്നു. കൃഷ്ണേട്ടാ, കിടക്കാറായില്ലേ? ആ, കിടക്കാലോ. അതെ, ശ്യാമയുടെ ബർത്ത്ഡേക്ക് എന്ത് സർപ്രൈസ് അച്ഛൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്? അതെ, ഇത് ഞാൻ പറഞ്ഞ ഇയാൾ ഉടനെ ഫോൺ ചെയ്ത് ശ്യാമയോടൊന്നും പറയില്ലല്ലോ. ഇല്ല വിഷ്ണുവേട്ടാ. ആ, എന്നാ പറയാം. ശ്യാമയുടെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ആഘോഷം നമ്മളൊരു ഹൗസ് ബോട്ടിലായിരിക്കും. അത് കൊള്ളാലോ. അതെവിടെ വെച്ചാ?
അത് നല്ല ഒന്നാമതൊരു ടൂറിസ്റ്റ് സ്പോട്ട് കണ്ടെത്തിയിട്ടുണ്ട് തന്റെ അച്ഛൻ. എല്ലാരും കൂടി ഒരു വിനോദയാത്ര, ഒരാഘോഷം, അതൊക്കെയാണ് ഉദ്ദേശം. അച്ഛൻ തിരിച്ചു വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ആഘോഷമല്ലേ വിഷ്ണുട്ടാ. ശ്യാമയുടെ ബർത്ത്ഡേ എന്ന് മാത്രം കരുതണ്ട. അച്ഛനൊപ്പം ഞങ്ങളൊന്നും ആഘോഷിച്ചിട്ടില്ല വിഷ്ണുട്ടാ. സത്യം പറഞ്ഞ ഞങ്ങള് മക്കളുടെ ബർത്ത്ഡേ പോലും ഓർമ്മയില്ലാത്ത ആളായിരുന്നു അച്ഛൻ. അതൊന്നും സാരമില്ലടോ. ഇത് നോക്ക്, കാർമേഘങ്ങളെല്ലാം നീങ്ങിയിട്ട് ഇപ്പൊ മാനം തെളിഞ്ഞില്ലേ? ആ, ഇത് ഇനി ഒരു പുതിയ തുടക്കാവുന്ന എന്റെ ഒരു വിശ്വാസം. അതെ വിഷ്ണുട്ടാ, ശാരികേച്ചിയുടെ പ്രശ്നങ്ങളെല്ലാം മാറിയല്ലോ. ആ, ശാരികേച്ചിയും രാജീവ് സാറും വരുമല്ലോ അല്ലേ? പിന്നെ വരാതെ. എടോ, തന്റെ അച്ഛൻ എല്ലാരും നേരിട്ട് വിളിക്കല്ലേ? വിജയലക്ഷ്മി ആന്റിയുടെ വീട്ടില് എന്തായിട്ടുണ്ടാവോ ശാരികേച്ചിയുടെ കാര്യം? ശാരിക, എന്തായി കാണിക്കുന്നത്? എന്നോട് ക്ഷമിക്കണം സാർ. ശാരികേ, എടോ, ഈ നിമിഷം നമ്മൾ ഒരുമിച്ചൊരു പ്രതിജ്ഞ എടുക്കുക. അത് ഇയാളോ ഞാനോ തെറ്റിക്കാൻ പാടില്ല. നമ്മൾ ഒന്നിച്ചുള്ള ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചതെല്ലാം നമ്മളിവിടെ മറവിയുടെ ചവറ്റുകൊട്ടയിൽ ഉപേക്ഷിക്കുക. ഇപ്പോൾ ഈ നിമിഷം മുതൽ രാജീവിൻ്റെയും ശാരികയുടെ വിവാഹ ജീവിതം ആരംഭിക്കുന്നത്. കഴിഞ്ഞുപോയ ഒന്നിനെ പറ്റി ഞാനോ ഇയാളോ പറയാനോ ഓർമ്മിക്കാനോ പാടില്ല. നമ്മൾ ജീവിച്ച ഒരു ദുസ്വപ്നം മാത്രമായിരുന്നു അത്. യഥാർത്ഥ ജീവിതം ഇവിടെ തുടങ്ങുക. ഒന്നുമില്ലടോ. ഇയാളെ സങ്കടമൊക്കെ മാറിയാ? സങ്കടങ്ങളെല്ലാം ഒരു കടലെടുത്ത് പോയ പോലെ, മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഒഴിഞ്ഞ പോലെ. സ്നേഹിച്ചോടുമ്പോ അങ്ങനെ ശരി. ഈ പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ മുഖം നന്ദിയാർവട്ട പൂ പോലെ സുന്ദരമായിരിക്കുമെന്ന് കവയത്രി പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? എന്ത് രസമാ ഇവിടെ ഇരുന്ന് ഈ നക്ഷത്രങ്ങളെ നോക്കിയിരിക്കാൻ. ഈ നക്ഷത്രങ്ങളൊക്കെ നമ്മുടെ തലയ്ക്ക് മുകളിൽ എല്ലാ രാത്രിയിലും വിരിഞ്ഞു നിൽക്കാറുണ്ടോ? നമ്മളത് കാണാറില്ല എന്ന് മാത്രം. നമുക്കതിന് സമയമില്ലല്ലോ. ഒരാവശ്യമില്ലാത്ത എന്തൊക്കെയോ പ്രശ്നങ്ങൾ മനസ്സിലിട്ടുകൊണ്ടല്ലേ എല്ലാ രാത്രിയിലും ഉറക്കം. മുറ്റത്തൊരു പൂ വിരിഞ്ഞ അത് കാണാനുള്ള സമയമില്ല. എങ്ങോട്ടൊക്കെയോ ഉള്ള ഓട്ടം. എന്നിട്ട് എവിടെയെങ്കിലും എത്തുന്നുണ്ടോ? അതുമില്ല. ആർക്കും ഒന്നിനും സമയമില്ല. നമുക്കങ്ങനെ ആവണ്ട സാറേ. മൊത്ത സമയവും പ്രണയിച്ചോണ്ടിരിക്കാം. പഴയ കടമൊക്കെ വീട്ടണ്ടേ? ശരി, സമ്മതിച്ചിരിക്കും. ഇതിനിടയ്ക്ക് നാളത്തെ ട്രിപ്പിന്റെ കാര്യം മറക്കണ്ട. ആ
ശ്യാമയുടെ ബർത്ത്ഡേ ഉം. അത് നമ്മൾ പൊളിക്കില്ലേ സാറേ? അല്ല, എവിടെ വെച്ച കേക്ക് കട്ടിംഗ് ഒക്കെ? ആ, ഈ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്നിട്ടും നമ്മൾ കാണാതെ അറിയാതെ പോയ ഒരു സുന്ദര ഭൂമികയിൽ വെച്ച്. ഏ അതെവിടെയാ? നേരിട്ട് കാണാനുള്ളതല്ലേ? അടുത്ത സീനെ അവിടെ ആവട്ടെ. ശിശിരകാലം മഞ്ഞു തൂകി പുലരിപ്പു മെല്ലെ മെല്ലെ ഇതളിട്ടു മേലെ മേലെ മനമേതോ പാടും കിളിയായി ഒരുമിച്ച് തെന്നൽ തേരിൽ മണലോരം നീളെ പാറാം കിനാവിൻ നറുതേൻ നുണയാം ആശാമുകിൽ അതിരിടാവാനിലായി പാറുന്നു നാം പറവകൾ പോലവേ ആശാമുകിൽ അതിരിടാവാനിലായി പാറുന്നു നാം വിഷ്ണുട്ടാ വന്നേ ചേച്ചി. ആ കൂട്ടമിട്ടങ്ങും പോലെ മക്കളെ. പലതരം ആൾക്കാർ വരുന്ന സ്ഥലമാ. എന്ത് ഭംഗിയുള്ള സ്ഥലമാ അല്ലേ ചാ? ആ ഇതിലും രസമുള്ള കാഴ്ചകളാ ഇനിയുള്ളത്. മീൻപാറ വെള്ളച്ചാട്ടം, വെള്ളത്തിന് നടുവിലെ ഒറ്റ കണ്ടൽ. ഒറ്റ കണ്ടല്ലോ. ആ ബോട്ടിങ്ങിന് പോകുമ്പോ കായലിന് നടുവിൽ ഒരു ദ്വീപ് പോലെ ഒറ്റക്കണ്ടൽ കാണാം. ഒറ്റ മരം പോലെ ഒറ്റക്കണ്ടൽ. എന്നാ നമുക്ക് പെട്ടെന്ന് പോവാച്ചാ. ആ പോവാം. വിഷ്ണു ശാലിനി എവിടെ? ഇവരിതോടെ പോയി. നോക്ക് വിഷ്ണുട്ടാ, ഏതോ മഹാസിദ്ധനാണെന്ന് തോന്നുന്നു. സ്വാമി, ഈ ദക്ഷിണ അങ്ങ് സ്വീകരിക്കണം. അവിടെ വെച്ചിട്ട് പൊയ്ക്കോളൂ ഭക്ത. ദക്ഷിണ മൊത്തം സാധുജന പരിപാലനത്തിനാണ്. സ്വാമി, പറയൂ വത്സ. ഭാവി ഫലം അറിയണം. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാവും.
ലോട്ടറി പോലെയുള്ള ചിട്ടികളിൽ വിജയിക്കാൻ സാധ്യതയുണ്ട് ഉടൻ. സ്വാമി ദക്ഷിണ അരുത്. ദക്ഷിണ ഫലസ്ഥിതിക്ക് ശേഷം മാത്രം. ഒരു ലോട്ടറി ടിക്കറ്റ് ഇങ്ങനെ, അല്ലെങ്കിൽ വേണ്ട ഒരു 10 ഇങ്ങെടുത്തു. സ്വാമി മിന്നിച്ചേക്കണേ. തഥാസ്തു. വിഷ്ണുട്ടാ, മഹായോഗി തന്നെ. എന്നാലേ ഇയാളെ സ്ത്രീയുടെ അടുത്ത് നിന്നിട്ടേ ആരാണ് ലോട്ടറി കച്ചവടം നടക്കുന്നതെന്ന് ചോദിച്ചു നോക്ക്. അതെന്തിനാ? താൻ പോയി ചോദിച്ചു നോക്ക്. കച്ചോടോ? അതാ സ്വാമിയുടെ. സ്വാമി അനുഗ്രഹിക്കണം. ത്രിമൂർത്തി സ്വാമികൾ എന്നാ ഇവിടെ അറിയപ്പെടുന്നത്. പക്ഷേ ആള് ഫ്രോഡാ, പക്ക ഫ്രോഡ്. ഭാവി ഫലം അറിയണോ വത്സ? എടാ എടാ ഫ്രോഡ് ചെക്ക് ദീപ് കുമാറേ, നിന്റെ പണി ഇവിടെയും തുടങ്ങിയ. നിന്റെ ഭാവി ഫലം ഞാൻ പറഞ്ഞുതരാടാ. വേണ്ട, നാറ്റിക്കരുത്. ഇവിടെ ത്രിമൂർത്തി സ്വാമികളാ. ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു വേഷം കേട്ടാ. ഇയാള് തട്ടിപ്പ് സ്വാമിയാണല്ലേ? പിടിച്ചു കൊടുക്ക് വിഷ്ണുട്ട പോലീസില്. അയ്യോ ഒന്ന് പറഞ്ഞേ. ഏയ് ഇവൻ അത്ര പ്രശ്നക്കാരനൊന്നുമല്ല. ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ വേഷം കിട്ടല് എനിക്കറിയാവുന്ന ആളാ. സമൂഹത്തിൽ മാന്യമായിട്ട് ജീവിക്കുന്ന പലരും ഇരുട്ടിന്റെ മറവിൽ ഇതിനേക്കാൾ മോശം പരിപാടികളാണ് ചെയ്യണം. പെങ്ങളെ, ജീവിക്കാൻ വേണ്ടി പല ബിസിനസ് ചെയ്തു. ആട്, തേക്ക്, മാഞ്ചിയം, യമു, ഗജരാജമുത്ത്, വെള്ളിമുങ്ങ, സ്വർണ്ണ ബിസ്ക്കറ്റ്, വാറ്റ്, കെട്ടാത്ത വേഷമില്ല. എല്ലാം കൂടി മാഞ്ചിയം. സർക്കാർ ഒരു വിധത്തിന് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് മനസ്സിലായപ്പോഴാ ഈ വേഷം. ഇതാവുമ്പോ ഒരു മുതൽ മുടക്കും ഇല്ലാതെ വളരെ ലാഭകരമായി ചെയ്യാവുന്ന ഒരു ബിസിനസ്. വിഷ്ണു, നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ ഒരു പ്രശ്നമുണ്ട് വിഷ്ണു. ശ്യാമയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഞാൻ ബുക്ക് ചെയ്ത ഹൗസ് ബോട്ട് പണി മുടക്കി. അതിലാ എല്ലാ ഏർപ്പാടുകളും ചെയ്തിരുന്നത്. ഓ, അല്ലപ്പോ അവര് വേറെ ബോട്ട് അറേഞ്ച് ചെയ്തിരില്ലേ? അവർക്കാകെ ആ ഒറ്റ ബോട്ടേ ഉള്ളൂ. അതാണെങ്കിൽ വെള്ളത്തിൽ ഇറക്കാൻ പറ്റാത്ത കണ്ടീഷനിലും. മറ്റ് ഹൗസ് ബോട്ടുകളെല്ലാം ബുക്കിംഗിലാന്നാ അവര് പറയുന്നത്. അല്ലപ്പോ ബർത്ത്ഡേ ആഘോഷം നടക്കില്ലേ? അല്ല, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടേ? ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരു ഹൗസ് ബോട്ടല്ലേ? ജഗദീപ് കുമാർ ഏറ്റു. ഈ ടൂറിസ്റ്റ് സ്പോട്ടിലെ ഏറ്റവും വലിയ ഹൗസ് ബോട്ട് കമ്പനി ഏതാന്നാ? ഖായൽ റാണി ഗ്രൂപ്പ്. അത് നമ്മുടെ സ്വന്തം കമ്പനിയാ. ഹൗസ് ബോട്ടിന്റെ കാര്യം ഈ ജഗദീപ് കുമാർ ഏറ്റെന്ന്.
കൊടുവേ. ഇങ്ങോട്ട് വന്നേ. നാറ്റിക്കരുത്. കായൽ റാണി ഗ്രൂപ്പ് എന്റെ സ്വന്തം കമ്പനിയാണെന്നാ ഞാൻ അവരോട് പറഞ്ഞിരിക്കുന്നത്. ജഗദീപ് ബ്രോ ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞ എങ്ങനെയാ? സീസൺ ആയതുകൊണ്ട് ഹൗസ് ബോട്ടുകളൊക്കെ ബുക്ക് ചെയ്ത് ലോട്ടത്തില്ല. അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? കായൽ റാണി ഗ്രൂപ്പിന്റെ ഉടമസ്ഥൻ അരവിന്ദ് സ്വാമിനാഥിന്റെ സ്വന്തം മകൻ ദീപക് വിചാരിച്ച ഒരു ഹൗസ് ബോട്ട് ഏർപ്പാടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ നാണക്കേടാണ് ബ്രോ. നിങ്ങളുടെ തന്നെ എത്ര ബോട്ടുകളായി കായലിൽ കൂടെ തേരപ്പാര ഓടുന്നേ. തന്താന